വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ തന്നെയാണ് ഈ അവസരത്തിൽ മലയാളി വാർത്തയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വീണ വിജയൻ SFIO അന്വേഷണത്തെ ഭയന്നിരിക്കുന്നത്? 2021 കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊഴി രേഖപ്പെടുത്തി തിരികെ പോയതാണ്. തൊട്ടു പിന്നാലെ വളരെ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഉന്നത ഏജൻസിയെ കൊണ്ട് തന്നെ ഈ വിവരം അന്വേഷിപ്പിക്കുന്നത്. വീണ ഭയക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, കൃത്യമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ മലയാളി വാർത്ത പുറത്തു വരികയാണ്. കേവലം 5 പേരെ വെച്ച് എക്സാലോജിക് ഒരു സാമ്പത്തിക വർഷം നേടിയതാകട്ടെ $5 മില്യൺ. വിവരം നിലവിൽ വീണയുമായി ബന്ധപ്പെട്ട ലിങ്ക്ഡിൻ അക്കൗണ്ടുകളിലും അതുപോലെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെയും നടത്തിയ ഒരു പരിശോധനയിലൂടെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ വീണ വിജയന് ഒരു കനേഡിയൻ കമ്പനി സ്വന്തമായിട്ടുണ്ടെന്നും എക്സാലോജിക്ക് മരവിപ്പിച്ചതിന് ശേഷമാണ് ആ കമ്പനി ആരംഭിച്ചത് എന്നതടക്കമുള്ള വിവാദങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുകയാണ്. എങ്ങനെ വീണയെയും ആ കമ്പനിയെയും തമ്മിൽ ബന്ധിപ്പിക്കാമെന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തുവിടുകയാണ്. അതിലൊരു കണ്ണിയായി നിൽക്കുന്നതാകട്ടെ ജീവൻ എന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പറും. അതേക്കുറിച്ചുള്ള തെളിവുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതിൻ്റെ തുടക്കമെന്നോണം ആമുഖമായി പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് CMRL എന്ന സ്വകാര്യ കമ്പനി വീണ വിജയൻ്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്തൊരു സേവനത്തിന് പ്രതിഫലം നൽകി. ഈ കണ്ടെത്തലാണ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് നടത്തിയത്. അങ്ങനെയാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്. CMRL നിന്നും 1,72,00,000 രൂപയാണ് എക്സാലോജിക്ക് കൈപ്പറ്റിയത്. ഇത് വീണ വിജയനെയും പാർട്ടിയെയും അതുപോലെ തന്നെ അച്ഛനായ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും ഒരുപോലെ തന്നെ വെട്ടിലാക്കി. 2017 മുതൽ 2020 വരെയുള്ള കാലയളവ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയതായി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് പറയുന്നത്. ഒപ്പം വീണയ്ക്ക് പ്രത്യേകമായി 8 ലക്ഷം രൂപ വെച്ച് മാസാമാസം നൽകുകയും ചെയ്തു. ഇതുതന്നെയാണ് മാസപ്പടി ആരോപണം കത്തിപ്പടരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ വീണ വിജയൻ നിരത്തുന്ന വാദങ്ങളൊക്കെ തന്നെ നികുതി അടച്ചു എന്നുള്ളതാണ്. പക്ഷേ എന്തിന് പണം കൈപ്പറ്റിയെന്ന വിവരം തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. വീണയെ തുണയ്ക്കുന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ CPM കൈക്കൊണ്ടതെങ്കിലും ഇപ്പോൾ വീണയെ തള്ളിപ്പറയുകയാണ്. ഈ ഘട്ടത്തിലാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ആദ്യമേ തന്നെ പരിശോധിക്കാൻ കഴിഞ്ഞതാകട്ടെ വീണയുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടും അതുപോലെ തന്നെ എക്സാലോജിക്കിൻ്റെ പ്രൊഫൈലുമായിരുന്നു. അത് പരിശോധിച്ചപ്പോൾ തന്നെ ചില വിവരങ്ങൾ പുറത്തു വരികയുണ്ടായിരുന്നു. എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി 2020 കണ്ടെത്തിയതായിട്ടാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതിനകത്തെ റവന്യൂ എന്ന കോളത്തിൽ $5 മില്യൺ റവന്യൂ ഉണ്ടാക്കിയതായും പറയുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കമലാ വിജയൻ്റെ പെൻഷൻ തുക ഉപയോഗിച്ചുകൊണ്ടാണ് വീണ വിജയൻ ഈ കമ്പനി ആരംഭിച്ചതെന്ന്. അങ്ങനെ ആരംഭിച്ച കമ്പനി കേവലം 3 വർഷങ്ങൾക്കിപ്പുറം 2 വർഷം കണക്ക് കൂട്ടിയാൽ മാത്രം മതിയാകും, അതിനിപ്പുറത്തേക്ക് $5 മില്യൺ കടക്കുന്ന വലിയൊരു കമ്പനിയായി വളർന്നു വരുന്നു. അതും കർണാടക ആസ്ഥാനമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനി. ഒപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് റോക്കറ്റ് റീച്ച് എന്ന സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞതനുസരിച്ചുകൊണ്ട് 5 തൊഴിലാളികളാണ്, എംപ്ലോയീസാണ് ഇതിൽ ജോലി ചെയ്യുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 5 പേരെ ഉപയോഗിച്ചുകൊണ്ടാണ് $5 മില്യൺ എന്ന വലിയ തോതിലുള്ള ഒരു ലാഭമുണ്ടാകാനായി ഈ സംരംഭകർക്ക് സാധിച്ചിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സേവനങ്ങൾ നൽകുന്നു എന്നുള്ളതിൽ ചെറിയ രീതിയിലുള്ള ഒരു വിവരം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേഷനായിട്ടുള്ള വെബ്സൈറ്റ് ബിൽഡറായിട്ടുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ പേര് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് പോലും ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു വസ്തുതയാണെന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള സേവനം നൽകുന്നു എന്നുള്ള വിവരവും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. IT സർവീസസും പ്രധാനമായും കൺസൾട്ടിങ്ങുമാണ് ഇവർ നൽകുന്നതെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പലതരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസുകൾ, മാനേജ്മെൻറ്റ്, കൺസൾട്ടിങ്ങും ഒക്കെ തന്നെ നൽകുന്നതായി ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ആരൊക്കെയാണ് ഈ 5 എംപ്ലോയീസ് എന്നുള്ള വിവരം കൂടി ഇതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പ്രധാനമായും പരിശോധിക്കേണ്ടത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് വീണ വിജയൻ തന്നെയാണ്. ആസ്ഥാനമായി കൊടുത്തിരിക്കുന്നത്, സ്ഥലം കൊടുത്തിരിക്കുന്നത് ബംഗളൂരു തന്നെയാണ്. അടുത്തതായി പറയേണ്ടത് ഈ $5 മില്യൺ വരുമാനം നേടി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു സംശയാസ്പദമായി നിൽക്കുന്നത് സമാനമായ ചില കമ്പനികൾ പരിശോധിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നിരവധി കമ്പനികൾ തന്നെയാണ് $5 മില്യൺ മുകളിൽ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ആ കമ്പനികളൊക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് 10 വർഷം മുന്നേയും 15 വർഷത്തിന് മുന്നേയും തുടങ്ങിയ കമ്പനികൾ തന്നെയാണ്. ഈ ലെവലിലേക്ക്, ഈ നിലയിലേക്ക് എത്തിച്ചേരാനായി അവർക്ക് സാധിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായി പറയേണ്ടത് ഇതിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് $5 മില്യൺ വരുമാനം, അങ്ങനെ ഒരു നേട്ടം, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു കമ്പനിയിൽ ഏകദേശം 335ഓളം എംപ്ലോയീസ് ഉള്ളതായിട്ടാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രയധികം എംപ്ലോയീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു നേട്ടം അവർക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം മറ്റൊരു കമ്പനി പരിശോധിക്കുമ്പോൾ $5.8 മില്യൺ വരുമാനം അവർ നേടിയപ്പോൾ അവരുടെ പക്കൽ 189 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. $12 മില്യൺ വരുമാനം നേടിയ കമ്പനിയുണ്ട്, അവർക്കും 150ഓളം
എംപ്ലോയീസ് ഉണ്ടായത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ താഴെ നിൽക്കുന്ന കേവലം $8 ലക്ഷം വരുമാനം നേടിയ കമ്പനി പോലും 150-ലധികം തൊഴിലാളികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിശയമെന്ന് പറയട്ടെ, $6 മില്യൺ വരുമാനം നേടിയ ഒരു കമ്പനിക്ക് 400-ന്റെ അടുത്ത് ഏകദേശം 500ഓളം തൊഴിലാളികൾ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാനായി സാധിച്ചിട്ടുള്ളത്. ഇത്രയധികം തൊഴിലാളികളെ വെച്ച് പല കമ്പനികളും പ്രവർത്തിക്കുമ്പോൾ വീണാ വിജയൻ്റെ കമ്പനിക്കുണ്ടായ നേട്ടം അത് തികച്ചും അവിശ്വസനീയം തന്നെ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒപ്പം ഇതിൽ ചില ദുരൂഹതകളുണ്ടെന്ന് തന്നെ SFIO കഴിഞ്ഞ ദിവസം കോടതിയിലും വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ആ ദുരൂഹതകൾ കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി വീണാ വിജയനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ ഇപ്പോഴും നിലവിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക്ഡിനിൽ കൊടുത്തിരിക്കുന്ന വിവരപ്രകാരം എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റിൽ തന്നെയാണ് നിലവിലിരിക്കുന്നത്. ഒപ്പം തന്നെ RP Tech Soft International Private Limited എന്ന കമ്പനിയുടെ CEO ആയിട്ടും പറയുന്നുണ്ട്. ഒപ്പം ഒറാക്കിളിൻ്റെ കൺസൾട്ടൻ്റ് എന്ന് കൂടി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ട മറ്റൊരു വിഷയം, വീണാ വിജയന് ഇതിന് ശേഷമുണ്ടായ കമ്പനിയായതായി പുറത്തു വന്ന ഒരു പേരാണ് Sky11 എന്ന് പറയുന്നത്. വീണാ വിജയന് കാനഡയിലും കമ്പനിയുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ പുറത്തു വന്നു. അതിന് പിന്നാലെ കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരിലും മേൽവിലാസത്തിലുമൊക്കെ തന്നെ വളരെ ധൃതി പിടിച്ചുള്ള ഒരു തിരുത്തൽ കഴിഞ്ഞ ദിവസം നടന്നതായിട്ടുള്ള വാർത്തയും രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. Sky11 ഇൻകോർപ്പറേറ്റ്സ് എന്ന പേരിൽ കാനഡയിലെ ടൊറൻറ്റോയിൽ 2023 മാർച്ച് മാസത്തിലാണ് ഈ കമ്പനി ആരംഭിച്ചതായി നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചിരിക്കുന്നത്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടും മലയാളി വാർത്ത പരിശോധിക്കുകയുണ്ടായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന വിവരം അനുസരിച്ച് 4 എംപ്ലോയീസ് ഉള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023 കണ്ടെത്തിയ കമ്പനി അവർ നൽകുന്ന സേവനം എന്ന് പറയുന്നത് IT സിസ്റ്റം കസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയായിട്ട് തന്നെയാണ് ആ കാറ്റഗറിയിൽ തന്നെയാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്നിരുന്നാൽ പോലും എങ്ങനെയാണ് വീണാ വിജയനെയും ഈ Sky11 എന്ന കമ്പനിയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ജീവൻ KN എന്ന ഒരു പ്രൊഫൈൽ കണ്ടെത്തുകയുണ്ടായിരുന്നു. ആ പ്രൊഫൈലിൽ Sky11 കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ട് താഴെയായി കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജീവൻ KN ബംഗളൂരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഒപ്പം എക്സാലോജിക് സൊല്യൂഷൻസിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണെന്നുള്ള വിവരം കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ജീവൻ്റെ സ്കില്ലും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസും മാനേജ്മെൻറ്റും ഒക്കെ തന്നെയാണ് MS ഓഫീസ് ഇതിന് മുൻപ് തന്നെ വീണാ വിജയൻ നൽകിയ സേവനത്തിൽ ഉൾപ്പെട്ട ഒരു പ്രൊഡക്റ്റായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് കൂടുതൽ ദുരൂഹമായ കാര്യങ്ങളിലേക്ക് വഴിതെളിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ SFIO അന്വേഷിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. നിലവിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വിവരം അനുസരിച്ച് കൺസൾട്ടൻസി സേവനം, അതുപോലെ തന്നെ പരിശീലനം, ഇങ്ങനെയൊക്കെ നൽകുന്ന ഒരു കമ്പനിയായി തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്കും അതുപോലെ തന്നെ പല കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഇവർ സർവീസ് നടത്തുന്നതായി പറയുന്നുണ്ട്. കേവലം 1 വർഷം മാത്രമാണ് ഈ കമ്പനി ആരംഭിച്ചിട്ട് ആകുന്നത്. ഇതിൻ്റെ വരുമാനത്തെ സംബന്ധിച്ചോ നിലവിൽ എന്തൊക്കെ സേവനങ്ങൾ നൽകുന്നു എന്നതിനെ സംബന്ധിച്ചോ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. കാനഡയിലെ ടൊറൻറ്റോ ആസ്ഥാനമായി തന്നെയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം നടത്തിയത് എന്നുള്ളതും ഏറ്റവും അധികം പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എക്സാലോജിക് എന്ന കമ്പനി മരവിപ്പിച്ച് കേവലം മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് കാനഡയിൽ Sky11 എന്ന പേരിൽ ഈ കമ്പനിയും ആരംഭിച്ചത്. ഇത് വീണാ വിജയൻ്റെ കമ്പനിയാണോ? ഈ കമ്പനിയിൽ വീണാ വിജയന് എന്ത് പങ്കാണുള്ളത്? ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് വീണാ വിജയൻ ഈ കമ്പനിയിലൂടെ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെ അവരാണ് വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ ഈ കമ്പനിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ എന്ന് വരുത്തി എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത ലഭിച്ചു. ഫെബ്രുവരി 15-ാം തീയതിയാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കനേഡിയൻ സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ, ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെയാണ് ഇങ്ങനെ ഒരു അപേക്ഷ നടത്തിയത്, തിരുത്തലിനുള്ള അപേക്ഷ കൊടുത്തിരിക്കുന്നത്. വീണയ്ക്ക് കാനഡയിലും കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ ആയിരിക്കണം ഈ കമ്പനിയുടെ വിവരങ്ങൾ തിരക്ക് പിടിച്ച് മാറ്റം വരുത്തിയത്. ഡയറക്ടർഷിപ്പിൽ അടക്കം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നേരത്തെ Sky11 കമ്പനിയുടെ പേരുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് ഇതിനെ കാണാതായിരിക്കുന്നു. ഈ കമ്പനിയുടെ വിശദാംശങ്ങളൊക്കെ തന്നെ മാഞ്ഞിരിക്കുന്നു. അതിലും ഏറെ ദുരൂഹതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങളൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു ജീവനക്കാരൻ്റെ വിവരം മാത്രമാണ് നിലവിൽ കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷനുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ജീവൻ KN മാത്രമാണ്. എക്സാലോജിക്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ കൂടിയായിരുന്നു ജീവൻ എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്.